പത്മശ്രീ പുരസ്കാരത്തിന്റെ നിറവിലാണ് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട സംഗീതജ്ഞ ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചർ. ആ സന്തോഷം പങ്കുവെക്കാനായി ടീച്ചർ നമുക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം ടീച്ചർ. ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും മനസ്സ് നിറഞ്ഞു നേരുകയാണ്. ആദ്യം ഈ പുരസ്കാരം കിട്ടിയെന്ന് അറിഞ്ഞപ്പോ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വന്ന മുഖം ആരുടെയാണ്? ആദ്യം ഓർമ്മ വന്ന മുഖം എൻ്റെ ഭർത്താവ് MPG നായർ, MP ഗോപിനാഥൻ നായർ. പിന്നെ രണ്ടാമത് എൻ്റെ ജ്യേഷ്ഠൻ MG രാധാകൃഷ്ണൻ. അങ്ങനെ പറയുമ്പോൾ എനിക്ക് അതിന്റെ കാരണം കൂടി, കാരണം അവരുണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് എന്ന് വിചാരിച്ചിട്ടുണ്ടാകുമല്ലേ? തീർച്ചയായിട്ടും എൻ്റെ ഭർത്താവ് എൻ്റെ സംഗീതം പരിപോഷിപ്പിച്ച ഒരാളാണ്. ഒരിക്കലും ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. ഒരു സാധാരണ ഒരു ഗായിക ഒക്കെ ആകുമ്പോൾ പലരും വിളിച്ചെന്നിരിക്കും, അവരൊരു ഈഗോ വരാം. അതില്ലായിരുന്നു. പരിപൂർണ വിശ്വാസമായിരുന്നു ഞങ്ങൾ തമ്മിൽ. പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ എന്ന് പറയുന്ന ജ്യേഷ്ഠൻ്റെ ജനിച്ചപ്പോൾ മുതൽ മരണം വരെ ചേട്ടൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞങ്ങൾ ഒരു കൂട്ടുകുടുംബമായിട്ടാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിരിയും കളിയും വളരെ ഹ്യൂമറസ് ആയിരുന്നു. ചേട്ടൻ എന്താണ് ഇതെനിക്ക് കിട്ടുമ്പോൾ പറയാൻ പോകുന്നതെന്ന് ഒക്കെ ഓർത്ത് ഞാനങ്ങ് എന്തായിരുന്നിരിക്കും സന്തോഷം തന്നെ. പിന്നെ കുറച്ച് കളിയാക്കും. കളിയാക്കൽ എന്ന് പറയുമ്പോ എങ്ങനെയാണ്? കളിയാക്കൽ എന്ന് പറയുന്നത് എന്താണ് പറയേണ്ടത്? എന്താ വിളിച്ചുകൊണ്ടിരുന്ന ടീച്ചറെ? ഓമനയെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ കളിയാക്കി പറയും. നമുക്ക് അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ തോന്നുന്നു. ഇപ്പൊ ടീച്ചർ ചെന്നിട്ട് ചേട്ടനോട് പറയാണ്, ഏട്ടാന്നാണോ വിളിക്കണേ? ചേട്ടാ, എനിക്ക് പത്മ പുരസ്കാരം കിട്ടി, പത്മശ്രീ ആണ് ഞാൻ ഇനി മുതൽ എന്ന് പറയുമ്പോ എന്തായിരിക്കും ആദ്യത്തെ ഒരു റെസ്പോൺസ് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ? ഓഹോ, അങ്ങനെയാണോ? കോളടിച്ചല്ലോ എന്നൊക്കെയായിരിക്കും. അല്ലെങ്കിൽ അപ്പോഴെന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നത് അത് അങ്ങ് പറയും. അങ്ങനത്തെ ഒരാളായിരുന്നു ടീച്ചർ. ഒരുപാട് അഭിമുഖങ്ങളിൽ അച്ഛനെയും അമ്മയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതില് അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് നിർബന്ധമായിരുന്നു അച്ഛന് പാട്ട് പഠിക്കണം എന്നുള്ളത്. പാട്ട് പഠിക്കണം എന്നുള്ളതല്ല, ഞാൻ ക്ലാസിക്കൽ മ്യൂസിക്കിലേക്ക് തന്നെ വരണം എന്നുള്ളത് അച്ഛൻ്റെ നിർബന്ധമായിരുന്നു. ആൺകുട്ടികൾ അവര് സിനിമയിലോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ക്ലാസിക്കലും പാടിക്കോട്ടെ. ചേട്ടൻ ക്ലാസിക്കലും പാടിയിരുന്ന വ്യക്തിയാണ്. ദിവസം 3 കച്ചേരി വരെ ചേരുന്ന വ്യക്തിയാണ് MG രാധാകൃഷ്ണൻ. അപ്പോൾ അങ്ങനെ അച്ഛന് ആ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ എനിക്ക് വോയിസൊക്കെ എത്ര വേണമെങ്കിൽ പോകുമായിരുന്നു. പിന്നെയാണ് ക്ലാസിക്കൽ പഠിച്ച് 10-50 വർഷമായപ്പോഴത്തേക്ക് അതൊരു നിലച്ചു എന്ന് പറയാം. ഒരു 5 കെട്ടയിൽ കൂടി അല്ലെങ്കിൽ 5.5 കെട്ടയിൽ കൂടി പാടാൻ പറ്റാതെ വന്നു. മറ്റേ സിനിമയിൽ അങ്ങനെയല്ലല്ലോ. അപ്പോഴേ അങ്ങനെ വരുന്നതിന് മുൻപ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, എത്ര ശ്രുതിയിലേക്ക് വേണമെങ്കിലും പാടാം. അന്ന് ദേവരാജ മാസ്റ്ററൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഹരിപ്പാട്ട് വരുമായിരുന്നു, കച്ചേരിക്ക് വരുമ്പോഴൊക്കെ വരുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയും സിനിമയിലേക്ക് വിടണം എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ അത് വേണ്ട, അവൾ ക്ലാസിക്കൽ പാടിയാൽ മതി. അത് ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. അത്രയും ഒരുപാട് കലാകാരന്മാരുള്ള അവസരങ്ങൾ എത്രയോ ഉണ്ടായിരുന്നു, ഒരുപാട് അവസരങ്ങൾ. പിന്നെ ചേട്ടൻ നിർബന്ധിച്ച് ചില പാട്ടുകളൊക്കെ എന്നെ പാടിച്ചിട്ടുണ്ട്. അതൊക്കെ ക്ലാസിക്കൽ ടച്ചുള്ള പാട്ടുകൾ. ടീച്ചർക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? എനിക്കിങ്ങനെ അച്ഛൻ പറഞ്ഞ് അങ്ങനെ ആഗ്രഹം ഇല്ലാതായി. പിന്നെ ഇത് ക്ലാസിക്കൽ പഠിച്ചപ്പം എനിക്ക് തോന്നി അതിൽ കാര്യമുണ്ടല്ലോ, മനോധർമ്മ സംഗീതത്തിലൊക്കെ കാര്യമുണ്ടല്ലോ, അത് പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണല്ലോ. ഇത് ലൈറ്റ് മ്യൂസിക് എന്നുള്ളതിനേക്കാളും ഭാരമേറിയ ഒരു ടാസ്ക് ആണല്ലോ അത് എന്ന് തോന്നിയിരുന്നു. ടീച്ചറെ, ഈ സന്തോഷത്തിന്റെ ഒരു നിറവുണ്ടാവുമല്ലോ. പത്മശ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ ദേശീയ തലത്തിൽ അത്രയും അംഗീകരിക്കുന്ന ഒരു പുരസ്കാരമാണ്. ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഒരു ചെറിയൊരു 4 വരി പാട്ടിലൂടെ കിട്ടുമോ? അയ്യോ, എനിക്ക് ഇപ്പോഴും പാടാൻ ശബ്ദം ശരിയായിട്ട് അനുവദിക്കുന്നില്ല. എങ്കിലും പറഞ്ഞതുകൊണ്ട് വാണി ദേവി
സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴും വാണി വൈഭവമോഹിനി ത്രിജഗദാം നാഥേ വിരിഞ്ച പ്രിയേ വാണി ദോഷം അശേഷമാശു കളവൻ നാവിങ്കലാത്താദരം വാണിടേണം അതിന്നു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. താങ്ക് യു സോ മച്ച്. പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പഴയ പോലെ ശബ്ദം വഴങ്ങുന്നില്ല. അതൊരു സത്യമാണ്. പ്രായം കൂടുന്തോറും വരുന്ന ഒരു പ്രശ്നമാണ്. ഈ പ്രായവും സംഗീതവും തമ്മിൽ ബന്ധമുണ്ടോ ടീച്ചർ? നമ്മളെപ്പോഴും പറയാറുണ്ട് പ്രായം ഒന്നിനും ഒരു ബന്ധമില്ല എന്ന് തോന്നുന്നെങ്കിലും ഉണ്ട്. ശബ്ദത്തിനും പ്രായത്തിനും പിന്നെ അത് സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും. വളരെ വളരെ സൂക്ഷിച്ചാൽ വളരെ കാലം, പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് തന്നെ ശബ്ദം ഇല്ലാണ്ടാവും. ഇല്ലാണ്ടാവും. ടീച്ചർ എവിടെയോ വായിച്ചതാണ് ടീച്ചർ ഐസ്ക്രീം ചൂടുള്ളത് കിട്ടിയെങ്കിൽ കഴിക്കാൻ കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചേട്ടൻ്റെ ഓരോ ഹ്യൂമർ ആയിട്ടുള്ള വാക്കുകൾ. അതായത് അതൊക്കെ എന്നെ കളിയാക്കുക. ഞാൻ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല. എന്നാലും ആരോ ചോദിച്ചു ഐസ്ക്രീമൊക്കെ ഇഷ്ടമാണ്. ഐസ്ക്രീമൊക്കെ ഇഷ്ടമാണ് ഒക്കെ, പക്ഷെ അവൾ ചൂടാക്കി കഴിക്കും. അങ്ങനെ എത്രയും ഭക്ഷണത്തിലൊക്കെ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഇപ്പോഴും ടീച്ചർ വരുത്തുന്നുണ്ട്? എനിക്ക് ആഹാരം ഇപ്പം വന്ന് വേണ്ട എന്നുള്ളതായിട്ടുണ്ട്. അതെന്താ വയറ് ചുരുങ്ങി പോയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. ആഹാരം വലിയ ഒരു പ്രശ്നമേ അല്ല എനിക്ക്. പിന്നെ വളരെ ചിട്ടയായിട്ട് ഉള്ള ആഹാരം, സമയമാണ്. വളരെ ചിട്ടയുണ്ട് ആഹാരം ക്രമത്തിൽ. എങ്കിലും ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ് ടീച്ചർ? ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്, മില്ലറ്റ് ഇഷ്ടം. മില്ലറ്റ് കഞ്ഞി പോലെയൊക്കെ വെച്ച് കഴിക്കുന്നത്. അപ്പൊ ലഘുവായിട്ടാണ്, വളരെ ചെറിയ രീതിയിലാണ്, വളരെ ലഘു ഭക്ഷണമല്ല. പിന്നെന്തെങ്കിലും വ്യായാമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അരമണിക്കൂർ ദിവസം വ്യായാമം ചെയ്യുന്നുണ്ട്. അരമണിക്കൂർ ഇവിടെ നടക്കാൻ സൗകര്യമുണ്ടല്ലോ, വീട്ടിൽ നടക്കും. അങ്ങനെ 1 മണിക്കൂർ അത് ചെയ്യും. പിന്നെ രാവിലെ എല്ലായിടും അടുക്കി പെറുക്കുക, ഇതൊക്കെയാണ് എൻ്റെ ജോലി. അതൊക്കെ ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെ? അതിപ്പോഴും ഉണ്ട്. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുക. ടീച്ചർ ശിഷ്യഗണങ്ങൾ എഴുതുക. അതെ, അത് എഴുത്തിപ്പോ എങ്ങനെയുണ്ട് ടീച്ചർ? ഒരുപാട് എഴുതാറുണ്ട്. ഇഷ്ടമാണ് എഴുതാൻ. ഈ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടാവുമല്ലോ, അവാർഡ് കിട്ടിയെന്ന്. അതിൽ ഏറ്റവും സന്തോഷം തോന്നിയ വിളിയും ആ പറച്ചിലും എന്തായിരുന്നു? ആരുടേതായിരിക്കും? അങ്ങനെ പറയാനൊക്കെ ഇല്ല. കാരണം എല്ലാവർക്കും സന്തോഷം. ഒറ്റ വാക്കിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. പിന്നെ ഒരുപാട് വാചകങ്ങളിൽ സന്തോഷം എന്ന് പറഞ്ഞാലും സന്തോഷമാണ്. പക്ഷെ അത് എല്ലാം എനിക്കിഷ്ടമാണ്. അവരെ ശിഷ്യത എന്ത് പറഞ്ഞാലും എനിക്ക്. ആരുടെയെങ്കിലും വിളി പ്രതീക്ഷിച്ചിട്ട് വരാതിരുന്നോ? അങ്ങനെ ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കാറില്ല. ഇപ്പം തന്നെ രാവിലെ മുതൽ തുടങ്ങുന്നത്. ഇന്ന് 4 മണി മുതൽ ഓരോരുത്തർ വിളിച്ചു തുടങ്ങി. ഈ നിങ്ങൾ വരുന്നവരെയും ഇങ്ങനെ വെല്ലടിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഒരു പുരസ്കാരത്തിന്റെ നിറവിലാണ് താങ്കൾ നിൽക്കുന്നത്. ഇനി എന്താണ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? ഒരുപാട് സംഗീതത്തിൽ റിസർച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വിരളമായിട്ടുള്ള ആളുകൾ, വളരെ കുറച്ച് പേര് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിലൊരുപാട് അതിന്റെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇനി എനിക്ക് ചെയ്യണം എന്ന് തോന്നുന്ന എന്താണ് ജീവിതത്തിൽ? ഇപ്പൊ ചെയ്തതിന്റെ കണ്ടിന്യൂഷനായിട്ട് ആണ് ചെയ്യണം. ഞാൻ ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് 1000 വർഷത്തെ കവിതകളാണ്. അപ്പോൾ 1000 വർഷത്തിന് മുമ്പുള്ള കവിതകൾ മുതൽ മോഡേൺ കവിതകൾ വരെ എടുത്ത് ട്യൂൺ ചെയ്ത് അത് അവതരിപ്പിക്കാറുണ്ട്. അതൊരു 5-6 മണിക്കൂർ വരുന്ന പ്രോഗ്രാമാണ്. പിന്നെ ഇപ്പം ചെയ്യാൻ പോകുന്നൊരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഞാനും IPS ശ്രീജിത്തും കൂടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും എൻ്റെ അടുത്ത്, അദ്ദേഹമാണ് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു, ടീച്ചർ ഈ ക്ലാസിക്കൽ മ്യൂസിക് നമ്മുടെ ആളുകൾക്ക് അതിനെപ്പറ്റി, അത് പല ബ്രാഞ്ചസ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി വലിയ വിവരമില്ല സാധാരണ ജനങ്ങൾ.
അപ്പോൾ അതിന് എന്ത് ചെയ്യണം, അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് സിനിമാ പാട്ടുകളിൽ കൂടി ക്ലാസിക്കലിലേക്ക് വന്ന് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴും പുതിയ പുതിയ പ്രോജക്റ്റ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ എന്തോ എൻ്റെ മനസ്സിൽ കടന്നു വരും. ടീച്ചർ ഒരുപാട് ശിഷ്യരുണ്ടെന്ന് പറഞ്ഞല്ലോ. ഉണ്ട്. അവർക്ക് സംഗീതം മാത്രമല്ല ടീച്ചർ കൊടുക്കുന്നത്. ടീച്ചർ ഒരുപാട് ടീച്ചറിൻ്റെതായിട്ടുള്ള അനുഭവം ഇനി എങ്ങനെ ആകണം പുതിയ തലമുറ, നമ്മുടെ ഹരിശങ്കർ അടക്കമുള്ള പുതിയ തലമുറയോട് ടീച്ചർ എന്താണ് പറയാനുള്ളത്? ടീച്ചർ എന്താണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറ്? അവർ എൻ്റെ സമ്പത്തെന്ന് പറയുന്നത് പൈസയും ഒന്നുമല്ല, ഒരിക്കലുമല്ല. എൻ്റെ ശിഷ്യസമ്പത്താണ്. അവരെല്ലാം അവർ ആദ്യമായിട്ട് ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ എന്നുള്ളത് പാടണം, സാന്നായിരിക്കും പാടും, അല്ലെ സേന്നായിരിക്കും. അവരെ ആ തെറ്റ് തിരുത്തി എങ്ങനെയാണ് വോയിസ് കൾച്ചർ എന്നുള്ളത് പഠിപ്പിക്കുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. കാരണം ഈ കുട്ടികൾ വളരുമ്പോഴും ഈ സേ സാ എന്നും ആയിരിക്കും പാടുന്നത്. നേരെ മറിച്ച് അവരെ തെറ്റ് തിരുത്തി പഠിപ്പിക്കുകയാണെങ്കിൽ അവർ നല്ല നല്ല ഗായകരായിട്ട് തീരും. അതിന് ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ തെറ്റ് തിരുത്തുക എന്നുള്ളത് ഒരു പ്രധാന കാര്യം തന്നെയാണ്. പിന്നെ അവരോട് പറയുന്നത് ഗുരുത്വം. ഇപ്പം നമ്മൾ ഓരോന്ന് കാണുന്നതല്ലേ, അധ്യാപകരോട് എങ്ങനെയാണ് കുട്ടികൾ പെരുമാറുന്നതെന്ന്. അത് വാസ്തവത്തിൽ ആദ്യത്തെ പാഠശാല എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ബാല്യകാലമാണ് ആദ്യത്തെ പാഠശാലയാണ്. അതിൽ പെശകി പോയാലാണ് പിന്നെ പിന്നെ കുട്ടിയുടെ വഴി മാർഗം തെറ്റിപ്പോകുന്നു. അപ്പോൾ ആ പാഠശാല ശരിയാക്കണമെന്ന് ഞാൻ അച്ഛനമ്മമാരോടും പറയാറുണ്ട്. നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കുട്ടികളെ പാടിക്കാൻ ശ്രമിക്കണം. ഇതിപ്പം മിക്കവാറും കുട്ടികളുടെ എന്താണെന്ന് പറഞ്ഞാൽ ക്ലാസ്സിക്കൽ പഠിക്കുന്നു എന്ന് പറഞ്ഞൊരു മേന്മയായിട്ട് പറയുക എന്നാണ്. അതല്ല, ക്ലാസിക്കൽ വേണ്ടവണ്ണം പഠിക്കുക. ഇപ്പോൾ ഒരാഴ്ച പഠിച്ചു കഴിഞ്ഞാൽ ബുക്കങ്ങ് അടച്ചു വയ്ക്കും, അടുത്ത ആഴ്ചയായിരിക്കും പിന്നെ എടുക്കുന്നത്. അങ്ങനെയല്ല, ദിവസം ഡെയിലി പ്രാക്ടീസ് വേണമെന്ന് അച്ഛനമ്മമാരെ ബോധ്യപ്പെടുത്തും. അപ്പോൾ ബാല്യത്തിലാകുമ്പോൾ കുറച്ചൊക്കെ പറഞ്ഞാൽ കേൾക്കും, പിന്നെ ഒരു പ്രായം കഴിയുമ്പോൾ പറഞ്ഞാൽ കേൾക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ അച്ഛനമ്മമാരെ കൂടെ പഠിപ്പിക്കുന്ന, അവരെ കൂടെ പിന്നെ എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു പഠനക്രമമാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ടീച്ചറോട് സംസാരിക്കുമ്പോൾ ഇത്ര അടുത്തിരുന്ന് ഞാൻ ആദ്യമായിട്ടാണ് ടീച്ചറെ കാണുന്നത്. ഇതിനു മുമ്പും ടീച്ചറിനെ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള താങ്കളുടെ ഉച്ചാരണ ശുദ്ധിയാണ്. ഈ പാഠം എന്ന് പറയുകയും വിദ്യാർത്ഥി എന്നൊക്കെ പറയുന്നത്, അതെ, അതുപോലെ തന്നെ ഫലത്തിന് ഫലം, എനിക്ക് എന്നെ കൊല്ലുന്നത് പോലെയാണ് അതിന് കാരണം കൊച്ചിലെ മുതൽ ഞാൻ കവിതകൾ പാടുമായിരുന്നു. അപ്പോൾ കവിതകൾ സൂക്ഷിച്ച് പാടണം. കവിതകൾ നല്ല പ്രൊനൗൺസിയേഷൻ ഇല്ലെങ്കിൽ അത് കവിതയാകില്ല. അപ്പോൾ അങ്ങനെ പാടി 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 ഒരു ശീലം വന്നു. ആ പ്രൊനൗൺസിയേഷൻ എന്നെ വിട്ടുപോകാതെ വന്നു. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അതെ, ടീച്ചർ പഠിപ്പിക്കുമ്പോഴും ഈ കുട്ടികളോട് പഠിപ്പിക്കുന്ന സമയത്തും അത് പറയാറുണ്ടോ? അങ്ങനെ ഉച്ചാരണത്തിന്റെ കാര്യം, കുട്ടികളെ കവിതകളും കൂടെ പഠിപ്പിക്കും ഞാൻ. ക്ലാസിക്കലിൻ്റെ കൂടെ ഏത് പാട്ടിനും നല്ല വശമുണ്ട്. കവിതയ്ക്കായാലും ഫോക്ക് മ്യൂസിക്കിനായാലും എന്തിനായാലും. എൻ്റെ വീണ പഠിപ്പിച്ചിരുന്ന സാറുണ്ട്, പാട്ടും പഠിപ്പിക്കുമായിരുന്നു സാറ്, KS നാരായണസ്വാമി സാറ് പത്മവിഭൂഷണായിരുന്നു. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ആഫ്രിക്കൻ മ്യൂസിക് വെച്ചുകൊണ്ടിരിക്കുക. പക്കാ ക്ലാസിക്കലുള്ള ആളാണ്. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ ആഫ്രിക്കൻ മ്യൂസിക് കേൾക്കുന്നു? അപ്പോൾ എൻ്റെ അടുത്ത് സാർ പറഞ്ഞു, കുട്ടി, ഏത് മ്യൂസിക്കിലും നല്ല അംശമുണ്ട്, അത് ഫോക്കാണ്, ലൈറ്റാണ് എന്ന് പറഞ്ഞ് ക്ലാസിക്കലുകാർ തള്ളി പറയാറുണ്ട്. ചില ക്ലാസിക്കലുകാർ അങ്ങനെ തള്ളി പറയേണ്ട കാര്യമൊന്നുമില്ല. ഏതിലും നന്മയുണ്ട്. നമ്മൾ ആ നന്മയാണ് നോക്കേണ്ടത്, പാട്ടിലുള്ള നന്മയാണ് നമ്മൾ നോക്കേണ്ടത്. ആ ഉപദേശം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഈ വിമർശനങ്ങളെ ടീച്ചർ എങ്ങനെയാണ് നോക്കിക്കാണുക? ഒരുപാട് വിമർശനമൊന്നും വന്നിട്ടുള്ള ആളല്ല എങ്കിൽ പോലും ഏത് വിമർശനങ്ങളെന്ന് പറഞ്ഞാൽ വിമർശിക്കുന്നത് എനിക്ക് പറയാമോ എന്ന് അറിഞ്ഞൂടാ. കൂടുതലും ഈ മ്യൂസിക്കിലുള്ളവർ തന്നെ.
എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെന്ന് പറയുന്നത് ഞാൻ സുവോളജി ആയിരുന്നു എടുത്തിരുന്നു. എൻ്റെ സുവോളജി കാലത്തുള്ള കൂട്ടുകാരും അവർക്ക് കളങ്കമില്ലാതെ അവർ അപ്രീഷിയേറ്റ് ചെയ്യും. നമ്മുടെ കൂടെയുള്ള കുട്ടി ഇത്രയും പാടുന്നല്ലോ എന്നുള്ള ഒരു മനോഭാവമാണ് അവർക്ക്. മറ്റത് പലപ്പോഴും എനിക്ക് ഒരു അങ്ങനെയല്ല എന്ന് തോന്നിയിട്ടുണ്ട്. ക്ഷമിക്കണം. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ, എൻ്റെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് മ്യൂസിക്കലുള്ള ടീച്ചേഴ്സ്. ഇപ്പം ചെമ്മുകുടി സാറും പ്രഭാകരമ്മ സാറും അവരൊക്കെയാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. ജെൻ ബാലസുബ്രഹ്മണ്യം, അവരൊക്കെ പറയുന്നത് പഴയ ആളുകൾ ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ചാണെങ്കിലും നമ്മളെ പാടുമ്പോഴാണെങ്കിലും പറയുന്നത് വേണ്ടതാണ് പറയുന്നത്, വേണ്ടാത്തതല്ല. മറ്റേതല്ല ചുമ്മാ ഊമക്കത്തെഴുതുക. അതുകൊണ്ട് അത് മ്യൂസിക്കലാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോഴും ഉണ്ടോ അത്? ഇപ്പോഴും ഉണ്ട്, എനിക്ക് കിട്ടാറുണ്ട്. എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഊമക്കത്ത് കിട്ടാറുണ്ട്. അത് ഏത് മേഖലയിൽ നിന്നുള്ളവരാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അത് ചില വാക്കുകളിൽ കൂടി നമുക്ക് മനസ്സിലാവും. ഏറ്റവും ഒടുവിൽ വന്ന ഊമക്കത്ത് എന്ത് ചെയ്തപ്പോഴായിരുന്നു? ഇല്ല, ഇതൊന്നും ഞാനിപ്പം വകവയ്ക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ടവരെ പറ്റി ആണ് ഊമക്കത്ത്. ചിത്രയെ പറ്റി, വേറൊരു ശിഷ്യയെ പറ്റി, അല്ലെങ്കിൽ എൻ്റെ സഹോദരനെ പറ്റി ഒക്കെയാണ് ഊമക്കത്ത് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതെന്തോ വൈരാഗ്യം, അവരോടുള്ള വൈരാഗ്യം നമ്മൾക്ക് എഴുതി തീർക്കുകയാണ്. അല്ലാതെ എന്തിനാ അവരെ പറ്റി എനിക്ക് എഴുതുന്നത്? പക്ഷെ അത് ആരാണെന്നും എനിക്കറിയാം, നല്ലോണം അറിയാം. കാരണം കയ്യക്ഷരമൊക്കെ ഇവർക്കൊക്കെ ചില തെറ്റുകൾ പറ്റും. എന്താണെന്നോ, അക്ഷരം മാറ്റി മാറ്റി എഴുതും, പക്ഷെ അഡ്രസ്സ് അവരുടെ സ്വന്തം അറിയാതെ സ്വന്തം കയ്യക്ഷരത്തെ. അപ്പൊ ഈ വരുന്ന കത്തുകളെല്ലാം ഏതാണ്ട് അഡ്രസ്സ് ഒരേപോലെയാണ്. അപ്പൊ ആ ഒരാളാണ് എഴുതുന്നത്. അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ അതിലുണ്ടാവും അല്ലേ? ഏത് കള്ളം ചെയ്താലും അതിലൊരു പിന്നെ ഇത് തെളിഞ്ഞു വരും. ടീച്ചറെ, എഴുത്തുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ഇതുപോലുള്ള റിസർച്ച് ഉണ്ട്, സമയം എങ്ങനെ പോകുന്നു നോക്കണ്ട. ഇല്ല, എന്നാൽ ഞാൻ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സീരിയലും കാണാം. അതാ ഞാൻ ചോദിക്കാൻ വന്നത്. വേറെ എന്തൊക്കെയാണ്? വേറെ ന്യൂസ് കേൾക്കും. അതെ, ന്യൂസ് കേൾക്കും. പിന്നെ എഴുത്ത് പല മേഖല, എൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഓരോരുത്തരിങ്ങനെ പറയും. ഇപ്പം തന്നെ ചില അവതാരികൾ എഴുതാൻ വരും. അപ്പോൾ ആ പുസ്തകം മുഴുവൻ വായിച്ചേ പറ്റും ശരിക്കും. അല്ലാതെ ചുമ്മാ ഒരു അവതാരിക നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, ഭംഗിയായിരിക്കുന്നു, എന്നെ കൊണ്ട് പറ്റില്ല. ആ പുസ്തകം മുഴുവൻ വായിച്ച് ഓരോ വരികളും പഠിച്ചതിന് ശേഷം എനിക്ക് എഴുതാനൊക്കും. അങ്ങനെ ഒരു സ്വഭാവമാണ് എൻ്റെ. അവതാരികൾ, അപ്പോൾ അത് ഒരു പുസ്തകം 10-200 പേജുള്ള പുസ്തകമാണ്, 200 പേജും നമ്മൾ വായിക്കണം. ഇപ്പം തന്നെ പ്രഭാവർമ്മയുടെ ഒരു പുസ്തകം നൊട്ടേഷൻ, അദ്ദേഹം ഇപ്പോൾ കീർത്തനങ്ങൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അവതാരിക എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മുഴുവൻ വായിച്ച് എനിക്ക് എഴുതാനൊക്കും. നമ്മൾ ഈ പത്മ പുരസ്കാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിനോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ BJP-യോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഈ പുരസ്കാരമൊക്കെ കിട്ടാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ ചില വാർത്തകളൊക്കെ വന്നിരുന്നല്ലോ. അതിനെയൊക്കെ എങ്ങനെ കാണുന്നു? ടീച്ചർ ഇപ്പോൾ ഒരു ജേതാവാണല്ലോ പത്മ. ഞാൻ ഒരു പാർട്ടിയിലും ചേരുന്ന വ്യക്തിയല്ല. ഈ 3 പാർട്ടിയിലും ഞാനില്ല. എൻ്റെ പേര് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞാൻ ഇല്ല. ഇന്ന് ഈ 3 കൂട്ടർക്കും എന്നോട് വലിയ കാര്യവുമാണ്. അപ്പോൾ പാർട്ടി ബേസ്ഡ് അല്ല എൻ്റെ ജീവിതം. ഞാൻ അങ്ങനെയല്ല. ഒരു പാർട്ടിയിലും ഇല്ലാത്ത എനിക്ക് കിട്ടിയില്ലേ ഇത്? അപ്പോൾ അങ്ങനെ പറയാനൊക്കെ ഇല്ല. ചിലപ്പോൾ ഒക്കെ തൊട്ടും തെറിച്ചുമൊക്കെ അങ്ങനെ വന്നു കാണണം പഴയ കാലത്ത്. പക്ഷെ ഇപ്പോഴങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെന്താ ടീച്ചറെ കാണുമ്പോൾ ചോദിക്കണമെന്ന് വെച്ചാൽ, ടീച്ചറിന് ശ്രീവിദ്യാമ്മയുടെ എന്തൊക്കെയോ എവിടെയോ എന്നെല്ലാരും പറയുന്നത്, അവരെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. കോളേജിൽ നിന്ന് ഇവിടുന്ന് നടന്നാ പോണേ, വിമൻസ് കോളേജ് അടുത്താണല്ലോ. അപ്പോൾ എന്താണ് ഇടനാഴിയിലെ പൂച്ച എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ മോഡൽ സ്കൂളിലെ പിള്ളേർ, തലതെറിച്ച പിള്ളേർ, അവരിങ്ങനെ ഇടനാഴിയിലെ പൂച്ച
ഇങ്ങനെ അപ്പൊ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു, ചായ ഉണ്ടായിരുന്നു. അന്ന് ചെറുപ്പത്തിൽ ആ ചായ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഈ പിള്ളേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർ ഈ പേരിടുന്നതിൽ വിദഗ്ധരാണ് ഈ മോഡൽ സ്കൂളിലെ പിള്ളേർ. അഭിനയ രംഗത്തേക്ക് പോകണം എന്ന് എപ്പോഴെങ്കിലും? ഒരിക്കലും തോന്നിയിട്ടില്ല. അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല, ഇനിയും തോന്നാനും പോകുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല. ഈ ക്ലാസിക്കലാണ് ഞാൻ എടുത്തത്, എൻ്റെ അച്ഛൻ്റെ ഇഷ്ടം അതായിരുന്നു. അതിൽ തന്നെ വ്യാപരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതിൽ തന്നെ പുതിയ 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 കാര്യങ്ങൾ ആവിഷ്കരിക്കാനും ഞാൻ നോക്കാറുണ്ട്. ഒരു ക്രിയേറ്റീവ് മൈൻഡിലാകാൻ നോക്കാറുണ്ട്. ഈ സിനിമയിലേക്കുള്ള വിളികൾ അഭിനയമല്ല ടീച്ചർ ഞാൻ പറയുന്നത്, പാട്ടിലേക്കാണെങ്കിലും പിന്നണി രംഗത്തേക്കാണെങ്കിലും വിളിച്ചിട്ടുണ്ട്, ഒരുപാട് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പാടിയിട്ടില്ല എന്നും പറയാനൊക്കെ ഇല്ല. അട്ടഹാസോ അങ്ങനെ ഏതോ ഒരു സിനിമയിലെ ഈ ഇടയ്ക്ക് എങ്ങാനും പുതിയതായിട്ട് ആരെങ്കിലും ടീച്ചറെ കൊണ്ട് പാടിക്കണം എന്നൊക്കെ ആഗ്രഹം പറഞ്ഞു വന്നിട്ടുണ്ടോ? എനിക്ക് ആഗ്രഹം തോന്നിയിട്ടില്ല. എൻ്റെ കൊച്ചു മകൻ എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി. എന്താണ് നെയ്യാറ്റിൻകര ഗോപനോ അതോ ഉത്സവോ ഏത് സിനിമയാണെന്ന് പറഞ്ഞത്. അതിൽ ഒരു രാഗമാണ്, കല്യാണി രാഗം, ഒരു 2-3 സംഗതികൾ പാടണമെന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് പഠിച്ച് പാടിക്കഴിഞ്ഞ് അവൻ പാടുന്നുണ്ട്, ശ്രീകുട്ടനും അതിൽ പാടുന്നുണ്ട്. 3 പേരും കൂടെ ഒന്നിച്ചു വന്ന ഒരു ആലാപനം അത്. ശ്രീകുമാർ സാറ് വിളിച്ചിരുന്നോ? ഇല്ല, വിളിച്ചിട്ടില്ല. ഇനി വിളിക്കുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. വിളിച്ചില്ല എന്തായാലും. പക്ഷേ ഞാൻ വിളിച്ചില്ല എന്ന് വെച്ചാൽ എനിക്ക് സങ്കടവും ഇല്ല. കാരണം എന്നെ വിളിച്ച സഹോദരന്മാരും സഹോദരിമാരും ആയിരക്കണക്കിനാണ്. രക്തബന്ധം മാത്രം വേണമെന്നില്ല. ഈ മാനസിക ഐക്യത്തോടു കൂടിയുള്ള ആ സ്നേഹവും, അതും സഹോദര സ്നേഹം എന്ന് അതിനെ വിളിക്കാം. അതുകൊണ്ട് വിളിച്ച സന്തോഷം, വിളിച്ചില്ലെങ്കിലും എനിക്ക് സങ്കടമൊന്നുമില്ല. വിളിക്കുമായിരിക്കും, അറിഞ്ഞുകൂടാ. ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞു പോയിട്ടില്ല, അതുകൊണ്ട് നമുക്കൊരു വിളിച്ചില്ല, വിളിക്കാറില്ല. പക്ഷെ എത്ര പേര് വിളിച്ചു. ഇതാ ഇന്ന് സ്റ്റീഫൻ തെരസി വിളിച്ചു, പിന്നെ നമ്മുടെ വേണുഗോപാൽ വിളിച്ചു. അവരുമൊക്കെ എൻ്റെ സഹോദരന്മാരായിട്ടാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സങ്കടം വരാനിടയില്ല. രക്തബന്ധത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ ശിഷ്യർ. എനിക്കൊരു ശിഷ്യനുണ്ട്, പത്രപ്രവർത്തനാണ്, നമ്മുടെ രാജു, കേസരിയിൽ വർക്ക് ചെയ്യുന്നു. രാജു ആണ് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തതെന്ന് തോന്നുന്നല്ലേ. രാജു പറയാറുണ്ട്, ടീച്ചർ ഏത് അർദ്ധരാത്രിയാണെങ്കിലും എന്തെങ്കിലും കാര്യം ടീച്ചറിന് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോണം, വിളിക്കാതിരിക്കുന്നതാണ് എനിക്ക് സങ്കടം എന്ന് പറയാറുണ്ട്. അതൊക്കെ ആത്മാർത്ഥതയല്ലേ. അതിൽ കൂടുതൽ ഭാഗ്യമൊക്കെ എന്താണ് വേണ്ടത്? ഇത്രയും സമയം ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുകയാണ്. ടീച്ചറിന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്, ഞങ്ങൾക്ക് ടീച്ചറിനെ ഇന്ന് കിട്ടാനുണ്ട്, പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ച് ഒരുപാട് ശിഷ്യഗണങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും. നന്ദി ടീച്ചർ.